ശത്രുവിന്റെ പരാമർശം, ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവിനെയാണ് എന്റെ മോൾക്ക് കിട്ടിയത്. ഈ ഒരു അംഗീകാരം ലോകത്ത് ഏത് നേതാവിനുണ്ട്? ജീവിതത്തിൽ ഒരു ചെരുപ്പ് ഇടതുകാലിലാണോ ധരിക്കേണ്ടത്, വലതുകാലിലാണോ ധരിക്കേണ്ടത്? ഒരു പുതിയ ഡ്രസ്സ് ഇടത് കൈയിലൂടെയാണോ ധരിക്കേണ്ടത്? വാച്ച് കെട്ടുകയാണെങ്കിൽ ഇടത് കൈയിലാണോ വലത് കൈയിലാണോ? ജീവിതത്തിന്റെ നിഗമണ്ഡലങ്ങളിൽ ഭാര്യാഭർത്തൃബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ തുടക്കം എങ്ങനെ, അതിന്റെ മധ്യഭാഗം എങ്ങനെ, അതിന്റെ ഒടുക്കം എങ്ങനെ? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കേണ്ടതുണ്ടോ, അംഗശുദ്ധി വരുത്തേണ്ടതുണ്ടോ, മാറിക്കിടക്കേണ്ടതുണ്ടോ? ഇങ്ങനെ മെൻസൽ പീരീഡിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര അകലം കാത്തു സൂക്ഷിക്കണം? ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ നിഗമണ്ഡലങ്ങളിൽ എവിടെ നിങ്ങൾ എടുത്തോ, ഏത് ഉദാഹരണം നിങ്ങൾ ചോദിച്ചോ, ഏത് സംഭവം നിങ്ങൾ ചോദിച്ചോ, മനുഷ്യ സമൂഹം ഇടപെടുന്ന സകല വിഷയങ്ങളിലും മാതൃക കാണിച്ച ഒരേ ഒരു വിശ്വാചാര്യൻ മുഹമ്മദ് നബി എന്ന് ഞങ്ങൾ വാദിക്കുന്നു. ആ നബിക്ക് തുല്യമായി ഇനി ഇസ്ലാം നിങ്ങൾ വെല്ലുവിളിക്കുന്നു. ആ മുഹമ്മദ് നബിക്ക് തുല്യമായി ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും മാതൃക കാണിച്ച ഒരു 10 പേരെ ഇല്ല. ഒരൊറ്റ വ്യക്തിയെ ലോകത്ത് മുഹമ്മദ് നബിക്ക് തുല്യമായി നിങ്ങൾ ഹാജരാക്കിയാൽ ഈ പമ്പലും ഈ പ്രസംഗവും ഈ സമ്മേളനവും ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് കെട്ടും മാറാപ്പും മടക്കി വെച്ച് ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം. ലോകത്ത് ഇസ്ലാമിനെ, തനതായ ഇസ്ലാമിന് നിങ്ങളോട് ചോദിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, കാർൽ മാർക്സിന്റെ മാതൃക, വി.ഐ. ലെനിന്റെ മാതൃക നിങ്ങൾ പരിശോധിച്ചോളൂ. ഇസ്ലാം എന്താണ് എന്ന് അറിയുമ്പോൾ, പഠിക്കുമ്പോൾ, ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ആത്മഹത്യ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നിങ്ങൾക്കറിയാമല്ലോ, ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരായ ഹൈന്ദവ സഹോദരങ്ങളാണ്. എന്തുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു? ജീവിതത്തെക്കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് ഹൈന്ദവ ദർശനം മനുഷ്യന്റെ മുമ്പിൽ മുമ്പോട്ട് വെച്ചിട്ടില്ല. ഇല്ല, ലോകത്ത് ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സമുദായം ഹൈന്ദവ സമൂഹമായി തീർന്നു. ശ്രീകുമാർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആത്മഹത്യയുടെ വേരുകൾ തേടി, മലയാളം മേഖലയിൽ ആത്മഹത്യയുടെ വേരുകൾ തേടി ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറഞ്ഞ സമുദായം മുസ്ലിങ്ങളാണ്. എനിക്കൊരു ചോദ്യം, വളരെ വ്യക്തമായ ചോദ്യം. ലോകത്ത് മതസമൂഹങ്ങൾക്കിടയിൽ, ഭൗതിക സമൂഹങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ എന്തുകൊണ്ട് മുസ്ലിങ്ങളുടേത് കുറവായി? അതിന്റെ അർത്ഥം ഏറ്റവും ജീവൽഗന്ധിയായ, അവിടെയാണ് ഇസ്ലാം ജീവൽഗന്ധിയായ ദർശനമാകുന്നത്. അവിടെയാണ് ജീവിക്കാൻ, നിലനിൽക്കാൻ, പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ ലോകത്ത് മനുഷ്യനെ പ്രാപ്തനാക്കിയ ഒരേ ഒരു ദർശനം. ഞാൻ ചോദിക്കുന്നു, ഒരു മനുഷ്യനെ അയാൾ ജീവിക്കുന്ന 60 കൊല്ലം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിപ്പിക്കലാണ് ഒരു മതത്തിന്റെ പ്രത്യേകതയെങ്കിൽ ഇസ്ലാമിനോട് തുലനം ചേരാൻ, ഇസ്ലാമിനോട് ബേക്കിലെങ്കിലും വരാൻ, ഇസ്ലാമിന്റെ 10,000 കാതം അകലെ നിൽക്കാൻ യോഗ്യതയുള്ള മനുഷ്യനിർമ്മിതമായ ഒരു ദർശനത്തെയും യുക്തിബദ്ധമായി, ശാസ്ത്രീയമായി വേദികൾ പങ്കിട്ട് വാദപ്രതിവാദത്തിലൂടെ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ജാക്കിർ നായിക്കിന്റെ മുമ്പിൽ ആട്ടോപ്രിയങ്ങിന്റെ ആചാര്യൻ പരമപൂജ്യ രവിശങ്കറിനെ എന്റെ വിജ്ഞാനം വട്ടപൂജ്യമാകുന്നു, ജാക്കിർ നായിക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ന് പരസ്യമായി പറയേണ്ടി വന്നത്. ഇസ്ലാമിനെ പറ്റി ഞാൻ എഴുതിയത് അബദ്ധമാണ്, എന്റെ നോളജ് അബദ്ധമാണ് എന്ന് മനുഷ്യൻ ദൈവമായി അംഗീകരിക്കുന്ന അപൂർണനായ മനുഷ്യനെ അവർക്ക് പോലും, അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നത്. ഇവിടെയാണ് നമ്മൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, ഒരു പോയിന്റ് പ്രത്യേകമായി മനസ്സിലാക്കണം. ഇസ്ലാം, ഞാൻ ഉദ്ദേശിക്കുന്ന ഇസ്ലാം ഇവിടുത്തെ മുസ്ലിങ്ങൾ ആചരിക്കുന്ന ഇസ്ലാം അല്ല. അഥവാ ഇന്നത്തെ മുസ്ലിം നാമധാരികളുടെ ജീവിത സമീപന രീതികളെയല്ല ഞാൻ ഇസ്ലാം എന്ന് വിളിക്കുന്നത്. ഖുർആനും പ്രവാചക വചനങ്ങളും കൃത്യമായി പഠിപ്പിച്ച സജാൽ ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതനുസരിച്ച് വാർത്തെടുത്ത ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ ജീവിതം, സമീപനം, വിശ്വാസം, അവരുടെ കച്ചവടം, അവരുടെ വിവാഹം, അവരുടെ പെരുമാറ്റം, അവരുടെ യുദ്ധരംഗം, അവരുടെ വസ്ത്രധാരണം, അവരുടെ ദമ്പശുദ്ധി വരുത്തൽ, അവർ മീശ വെട്ടിയത്, അവർ താടി വെട്ടിയത്, ലിംഗച്ഛേദ ശിഖാഹീന, കെട്ടത്തൊയ്ബായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞ ലിംഗച്ഛേദ ശിഖാഹീന, അവർ ശേലാകർമ്മം ചെയ്യുന്നവരാ എന്ന് തുടങ്ങി A to Z മനുഷ്യ ജീവിതത്തിൽ ഇടപെടുകയായി. ഒരു ഉദാഹരണം, ആധുനിക ലോകത്ത് ശേലാകർമ്മം വലിയ ചർച്ചയാണ്.
ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ലോക ഒരു ആരോഗ്യ സമ്മേളനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2005 മെയ്യിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സമ്മേളനം കൂടി. ആ സമ്മേളനത്തിൽ 5 ശാസ്ത്രകാരന്മാർ ഇന്ത്യയെ പ്രതികരിച്ചുണ്ടായിരുന്നു. ഇതെന്റെ മെമ്മറിയിൽ നിന്ന് പറയുന്നതാണ്, അംഗസംഖ്യ തെറ്റാൻ സാധ്യതയുണ്ട്. അന്ന് വായിച്ച ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. 2005 മെയ് മാസത്തിൽ ലണ്ടനിൽ വെച്ചാണ് ആ സമ്മേളനം നടന്നത്. ആരോഗ്യ സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് പോയ ശാസ്ത്രകാരന്മാർ ഒരു കാര്യം അന്ന് തുറന്നു പറഞ്ഞു. എന്താണ് ആ കാര്യം? മുസ്ലിങ്ങൾ, ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ്. അവർ ചേലാകർമ്മം ചെയ്യുന്നു എന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 4 മാരകമായ രോഗങ്ങളിൽ നിന്ന് ചേലാകർമ്മം മനുഷ്യനെ സംരക്ഷിക്കുന്നു എന്ന് ശാസ്ത്രീയമായി പഠിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ അമുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ ഈ ഒരു ആചാരം ഏറ്റവും ബെറ്ററാണ് എന്ന് വന്നാൽ അത് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി വരും. അതിന് ഞങ്ങളെ അനുവദിച്ചില്ല. ഞങ്ങളുടെ വർഗീയത അതിനനുവദിച്ചില്ല. ഞങ്ങളുടെ ശാസ്ത്രീയ ബോധം, ഞങ്ങൾക്ക് രൂപപ്പെട്ട ശാസ്ത്രീയ ബോധം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളുടെ വർഗീയ ചിന്തകൾ വന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തുറന്നു പറയുന്നു, ചേലാകർമ്മം, ഫൈമോസിസ്, പാരാഫൈമോസിസ്, ലിംഗാഗ്ര ക്യാൻസർ, അതുപോലെ അർബുദം, 4 രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുന്നു എന്ന്. കാരണം മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു രൂപപ്പെടുമ്പോൾ ലിംഗത്തിന്റെ അഗ്രഭാഗത്തെ സ്കിൻ മൂവബിളായ, മനുഷ്യ ശരീരത്തിലെ മൂവബിളായ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു അവയവം ഇന്ദ്രിയത്തിന്റെ അറ്റത്തുള്ള സ്കിന്നാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് ഗർഭപാത്രത്തിൽ അത് അവിടെ സ്മഗ്മ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല? അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യവുമില്ല, അത് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഭൂമി ലോകത്തേക്ക് വന്നത് മുതൽ ഒരു കുഞ്ഞിന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് സ്മഗ്മ എന്ന് പറയുന്ന ദ്രാവകം പുറപ്പെടുവിക്കപ്പെടുന്നു. ഈ സ്മഗ്മ എന്ന ദ്രാവകം വഴുപ്പ് നിറമുള്ള ഈ ദ്രാവകം ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് കെട്ടിക്കിടക്കുകയും ക്രിസ്റ്റലുകളായി രൂപപ്പെടുകയും മൂവബിളായ നമ്മുടെ സ്കിൻ, നമ്മുടെ ലിംഗത്തിലെ ഈ സ്കിൻ അത് നീങ്ങാതെ ടൈറ്റായി ക്യാൻസർ ബാധിച്ച് രോഗത്തിനടിമപ്പെടുന്നു എന്നും ചേലാകർമ്മം ചെയ്തവനിൽ സ്മഗ്മ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എങ്കിലും അത് അവർ മൂത്രമൊഴിച്ച് കഴുകുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് അസുഖമില്ല. ഏറ്റവും കൂടുതൽ ഈ അസുഖം ബാധിക്കുന്നത് ആരെയാണ്? ഏറ്റവും കൂടുതൽ ഈ അസുഖം ബാധിക്കുന്നത് ചേലാകർമ്മം ചെയ്യാത്തവരെയാണ്. ചേലാകർമ്മം ചെയ്യാത്ത പുരുഷനും ഏതൊരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നോ അവൾക്ക് ചേലാകർമ്മം ചെയ്ത ജൂതനേക്കാൾ, ചേലാകർമ്മം ചെയ്ത മുസ്ലിമിനേക്കാൾ ഏറ്റവും കൂടുതൽ അർബുദ രോഗത്തിന് സാധ്യത ലിംഗാഗ്രം കട്ട് ചെയ്യാത്ത പുരുഷനാൽ ബന്ധപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, ഇത് മോഡേൺ സയൻസിന്റെ മുമ്പിൽ, ലോകാരോഗ്യ സംഘടനയുടെ മുമ്പിൽ ബോധിപ്പിച്ചതാണ്. താടി ലോകത്ത് ഏറ്റവും വിമർശിക്കപ്പെടുന്ന ഒന്ന്, ഭീകരവാദത്തിന്റെ അടയാളമായി ചിത്രീകരിക്കപ്പെടുന്ന ഒന്ന് താടിയാണ്. ആധുനിക സയൻസ് ആ രംഗത്ത് ഗംഭീരമായ പഠനം നടത്തി. ബ്രിട്ടനിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആരോഗ്യ മേഖലയിൽ ഒരു പുതിയ പഠനം വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ മംഗലാപുരത്തുകാർക്ക് ആസ്വദിക്കാം, മംഗലാപുരത്തുള്ള മുജാഹിദുകൾക്ക് ആസ്വദിക്കാം, താടി നെട്ടിയവർക്ക് ആസ്വദിക്കാം, കേരളത്തിലെ മുജാഹിദുകളിലെ മഹാഭൂരിപക്ഷത്തിന് ദുഃഖിക്കാം. സഹോദരങ്ങളെ, വളരെ ഗൗരവമായി മനസ്സിലാക്കണം. മനുഷ്യന്റെ മുഖം കവിള് കോടിപ്പോവുക, മനുഷ്യന്റെ കവിള് വലത്തോട്ടോ ഇടത്തോട്ടോ കോടിപ്പോകുന്നൊരു അസുഖമുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് മീശ പഠിച്ച് താടി പഠിച്ച് ജീവിക്കുന്നവരിലാകുന്നു എന്ന് സയൻസ് തെളിയിച്ചിരിക്കുന്നു. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, പുതിയ അറിവായി പറയുകയുമല്ല. ഇതൊക്കെ അറിഞ്ഞവരും മനസ്സിലാക്കിയവരും ഉണ്ടാവും. മനുഷ്യനെ 2 ഭാഗത്തുകൂടെ താടി ഇറങ്ങി നിൽക്കുന്നവർക്ക് മുഖം കോടിപ്പോകുക എന്ന അസുഖം വളരെ വളരെ കുറവാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഖം കോടിപ്പോകാതിരിക്കാനല്ല നാം താടി വെക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായിരുന്നു എന്നതുകൊണ്ടും അത് നിർബന്ധമായിരുന്നു എന്നതുകൊണ്ടും ബാത്റൂമിൽ ഇരിക്കുമ്പോഴും മരിച്ചാലും ഉറങ്ങിക്കിടക്കുമ്പോഴും ഒരേപോലെ പുണ്യം കിട്ടുന്ന ഏക സുന്നത്ത് താടി വെക്കലാകുന്നു എന്ന മൗലിക വസ്തുതയും മുന്നിൽ കണ്ടുകൊണ്ടാണ്, അത് മനുഷ്യന്റെ ഫിത്രത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ട്രെയിൻ യാത്രയിൽ എന്റെ തൊട്ട് മുമ്പിലിരുന്ന, മുഖാമുഖമിരുന്ന കുറച്ച് ചെറുപ്പക്കാർ ചോദിച്ചു, അല്ല ഇക്കാക്ക, ഈ വൃത്തിയില്ലാത്ത താടി ഇങ്ങനെ ഡ്രസ് ചെയ്യാതെ വിട്ടേക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു.
ഞാൻ ചിരിച്ചുകൊണ്ടവരോട് ചോദിച്ചു, സിംഹത്തെ കേട്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതെ. പെൺസിംഹത്തെയും ആൺസിംഹത്തെയും വേർതിരിച്ചറിയാമോ? അറിയാം. ആണിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു. അതിന് നിറഞ്ഞു നിൽക്കുന്ന ഭൂടയുണ്ട് എന്നതാണ് പെണ്ണിൽ നിന്നതിനെ വ്യത്യാസപ്പെടുത്തുന്ന അടിസ്ഥാനപരമായ ഘടകം. എന്നിട്ട് ഞാൻ തിരിച്ചു ചോദിച്ചു, മനുഷ്യനിൽ പെണ്ണിനെയും ആണിനെയും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താ പെണ്ണിന്റെ പ്രത്യേകത? മീശ വളരാറില്ല, താടി വളരാറില്ല. അതുപോലെ ജീവിക്കുന്ന നീയോ, നീ പെണ്ണാൻ, അവളും പെണ്ണാൻ. പെണ്ണ് ആണിന്റെ യാതൊരു ഗുണവും നിരക്കില്ല. സിംഹത്തിന്റെ പൂട പഠിച്ചാൽ സിംഹത്തിന് പിന്നെ അഡ്രസ് ഇല്ല. ആൺസിംഹത്തിന്റെ പൂട പഠിച്ചാൽ ആൺസിംഹത്തിന്റെ അന്തസ് നഷ്ടപ്പെട്ടു. അന്തസ്സുള്ള ആണാണോ ഓന് താടി ഉണ്ടാകും, ആണാണോ ഓന് താടി ഉണ്ടാകും. അല്ലെങ്കിൽ അവനെ നപുംസകം എന്നാണ് ഇസ്ലാം വിളിച്ചത്, ആണും പെണ്ണും കെട്ടവൻ എന്ന്. സഹോദരങ്ങളെ, വളരെ മൗലികമാണ് ഈ വിഷയങ്ങളെല്ലാം, വളരെ ശാസ്ത്രീയവുമാണ് ഈ വിഷയങ്ങളെല്ലാം. പക്ഷേ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അതാണ് പ്രശ്നം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകൾ അറിയുകയില്ല. ഇത് പ്രശ്നമാണ്. 30-ാം അധ്യായം 30-ാമത്തെ വചനം. മനുഷ്യരിൽ മഹാഭൂരിപക്ഷം